നമ്മൾ ഈ വിരലുറന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അന്ന് മോനിട്ട് കൊടുത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള അപ്ലയൻസ് ആണ് കിട്ടുന്നത്. അല്ല ജിത, അങ്ങനല്ല. ആദ്യമായിട്ട് വരുന്നൊരു കുഞ്ഞിനൊന്നും നമ്മളങ്ങനെ അപ്ലയൻസ് കൊടുക്കാറില്ല. അപ്പം തം സക്കിങ്, അതായത് വിരൽ ഊറുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന അവരുടെ പ്രായം വെച്ചിട്ടാണ്. 3 വയസ്സ് വരെ വിരൽ ഊറുന്നത് വളരെ നോർമലായിട്ടാണ് കാണുന്നത്. അവരവരുടെ ഒരു കംഫർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. മിക്ക കുഞ്ഞുങ്ങളുടെ അമ്മമാർ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്വാഭാവികമാണ് വിരൽ ഊറാറുള്ളത്. ചില കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ വിരൽ ഊറാറില്ലേ, അതൊക്കെ ഭയങ്കര നോർമലായിട്ടൊരു കാര്യമാണ്. പക്ഷെ 3 വയസ്സിന് ശേഷവും ഈ വിരലൂറുന്ന ഹാബിറ്റ് നിലനിൽക്കുകയാണെങ്കിലാണ് അപ്പം നമുക്ക് ചികിത്സ വേണ്ടത്. അപ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലയൻസ് ഒന്നും കൊടുക്കത്തില്ല. അതായത് ഊറുന്ന വിരലിലേക്ക് നമ്മൾ കുറച്ച് കെമിക്കൽ ഏജൻസ് അല്ലെങ്കിൽ കയ്പോ പുളിയോ ഉള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ തേച്ച് കൊടുക്കും. അത് വായിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഒരു പുളി രസമോ ഒരു കയ്പോ തോന്നുമ്പം ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു ഹാബിറ്റ് നിർത്താറുണ്ട്. പക്ഷെ ചില കുഞ്ഞുങ്ങൾ മിടുക്കന്മാരാണ്, ഇതെല്ലാം തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും വിരലൂറാൻ തുടങ്ങും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ രാത്രി മാത്രം വിരലൂറുന്ന ഹാബിറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആ വിരലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു തം ഗാർഡോ അല്ലെങ്കിൽ ഒരു ഫിംഗർ ക്യാപ്പോ പോലുള്ള വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വിരലിന് അനുസൃതമായിട്ട് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാനോ പറ്റും. ഇതൊക്കെ ചെയ്തിട്ടും വീണ്ടും ഹാബിറ്റ് നിൽക്കുന്നില്ല, ഭയങ്കര വിരലൂറിലാണെങ്കിലാണ് അപ്ലയൻസസിലോട്ട് കിടക്കുന്നത്. ആദ്യം നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള അപ്ലയൻസ് കൊടുക്കില്ല, കാര്യം കുഞ്ഞുങ്ങളല്ലേ. അവർക്ക് റിമൂവബിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്ന അപ്ലയൻസസ് ആണ് കൊടുക്കുന്നത്. ഇത് തന്നെ പലതരം അപ്ലയൻസസ് ഉണ്ട്. അതായത് നമ്മൾ വിരൽ വായിലോട്ട് വെക്കുമ്പോൾ വിരൽ തെന്നിപ്പോകുന്ന അപ്ലയൻസ്, അത് കറക്റ്റ് അണ്ണാക്കിലോട്ട് വിരൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അപ്ലയൻസസ്. ഈ റിമൂവബിൾ അപ്ലയൻസ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിമൂവബിൾ അപ്ലയൻസ് ഊരി വെച്ചിട്ട് വിരൽ ഊറാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഹാബിറ്റായി ഇത് മാറിയെങ്കിൽ ഒരു പ്രായവും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള അപ്ലയൻസസ് കൊടുക്കുന്നത്. ഈ ഫിക്സ്ഡ് അപ്ലയൻസ് നമ്മൾ അന്ന് ആ മോന് കൊടുത്ത പോലെ അപ്ലയൻസ് ഒന്നും ആദ്യം വരുന്ന കുഞ്ഞിന് കൊടുക്കില്ല. ആ കുഞ്ഞിൻ്റെ അമ്മ നേഴ്സായത് കാരണം അവർക്ക് കറക്റ്റ് ആ ഒരു ഹാബിറ്റിനെ പറ്റി കുറച്ച് അലേർട്ടാണ് അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കാരണമാണ് ആ മോൻ്റെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഹാബിറ്റ് അവർക്ക് മാറ്റാൻ വേണ്ടി ഇതിനു വേണ്ടി വന്നത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ സമ്മതിക്കുകയും ചെയ്യും. ആക്ച്വലി വിരലൂറുന്നതെന്ന് പറഞ്ഞാൽ വിരലെടുത്ത് അണ്ണാക്കിലേക്ക് വെച്ചിട്ട് നാക്ക് വെച്ച് പ്രസ് ചെയ്ത് സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വിരൽ അവിടെ വെക്കാൻ പാടില്ല. അത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള അപ്ലയൻസസ് വെക്കുന്നത്. ഈ ഫിക്സ്ഡ് അപ്ലയൻസിനകത്ത് അന്ന് വെച്ചത് മോഡിഫൈഡ് റേക്ക് എന്ന് പറഞ്ഞ അപ്ലയൻസ് ആണ്. 3 മെറ്റലിന്റെ കമ്പികൾ ഇങ്ങനെ ഉണ്ടാവും, മേൽപ്പല്ലിന്റെ പുറകിൽ കാണും. വിരൽ വായിലേക്ക് വെക്കുമ്പോൾ വിരൽ കൊള്ളും ആ അപ്ലയൻസിൽ. അപ്പോൾ ഈ കുഞ്ഞ് അലേർട്ടാവും, എനിക്ക് ഈ ഹാബിറ്റ് ഉണ്ട്, ഈ ഹാബിറ്റ് നിർത്തണം എന്നുള്ളത്. തം സക്കിങ് മുഖത്തിനും അല്ലെങ്കിൽ പല്ലിന്റെ ഘടനയ്ക്കും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പം നിങ്ങളുടെ കുഞ്ഞിനും തം സക്കിങ് ഹാബിറ്റ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് ഒരു ഏജ് അപ്രോപ്രിയേറ്റ് രീതിയിൽ എടുക്കേണ്ടതാണ്.